ഭാരതത്തിന്റെ മണ്ണിൽ നങ്കൂരമിട്ട് ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അളവറ്റ സ്വാതന്ത്ര്യത്തിന്റെ തണലിൽ ഇരുന്നുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ ഉപരിയായി വിദേശത്തെ ഏതോ ഒരു അരാജകവാദിയെയും തീവ്രവാദിയെയും ദൈവത്തെ പോലെ പൂജിക്കുന്നവരോട് ഒരൊറ്റ ചോദ്യം: നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഭാരതത്തിന്റെ അന്നം കഴിച്ച്, ഇവിടുത്തെ വായു ശ്വസിച്ച്, ഇവിടുത്തെ സ്വാതന്ത്ര്യം അനുഭവിച്ച്, ഒടുവിൽ വിദേശത്തെ ഒരു ഏകാധിപതി കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ പൊതുമുതൽ തകർക്കാനും നമ്മളെ തള്ളിപ്പറയാനും സാധാരണക്കാരന്റെ വഴി തടയാനും നിങ്ങൾക്ക് ആരാണ് ഇവിടെ അധികാരം നൽകിയത്? ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തൊല്ല അലി ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ ലഡാക്ക് മുതൽ കേരളം വരെയുള്ള തെരുവുകളിൽ കറുത്ത പതാക ഏന്തിക്കൊണ്ട് വിലപിക്കുന്നവർ കാണാതെ പോയ ഒരു പെൺകരുത്തുണ്ട്. അതാണ് ശില്പ ചൗധരി. 38-ാം വയസ്സിൽ സാധാരണക്കാർ ജീവിതമെല്ലാം സുരക്ഷിതമാക്കാൻ പാടുപെടുമ്പോ 3 കുട്ടികളുടെ അമ്മയായ ഈ ഇന്ത്യൻ യുവതി ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈന്യമായ US ആർമിയുടെ ഭാഗമായി. അവിടെ നിന്നുകൊണ്ട് അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ ഇന്ന് ഓരോ ഇന്ത്യക്കാരനെയും സിരകളിൽ തീയാണ് എരിയിക്കുന്നത്. ഭാരതത്തെ തകർക്കാൻ പോകുന്ന വിഘടനവാദികളെ, നിങ്ങൾക്ക് ഖമേനി അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ, ആ രാജ്യം അത്രയ്ക്കും പവിത്രമാണെങ്കിൽ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോയിക്കോളൂ. ഈ ഒറ്റ വാചകം മതിയായിരുന്നു രാജ്യവിരുദ്ധതയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ. ശില്പ ചൗധരി ഉയർത്തിയത് വെറും ഒരു പ്രതിഷേധമല്ല, മറിച്ച് 140 കോടി ഭാരതീയരുടെ മനസ്സിലെ കനലാണ്. ആരാണ് ഈ ശില്പ ചൗധരി? അവർ എന്തിനാണ് നമ്മുടെ നാട്ടിലെ ചില ഗ്രൂപ്പുകൾക്ക് ഈ രീതിയിൽ ചുട്ട മറുപടി നൽകിയത്? ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഞെട്ടിക്കുന്ന സത്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ലോകം ഇന്ന് 3-ാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ ഭരണകാലഘട്ടത്തിലുടനീളം ഇസ്രയേലിനും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സൈനിക നീക്കത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇത് ഓരോ രാജ്യത്തിന്റെയും ആഭ്യന്തര വിഷയമോ അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമോ ആയി മാറാൻ മാത്രം കാണേണ്ട ഒന്നാണ്. എന്നാൽ ഭാരതത്തിൽ നടന്നത് തികച്ചും വിചിത്രമായ കാര്യങ്ങളാണ്. ജമ്മു കശ്മീരിലെ ശ്രീനഗറിലും ലഡാക്കിലെ കാർഗിലും ഉത്തർപ്രദേശിലെ ലക്നൌവിലും കേരളത്തിലെ ചില കോണുകളിലും വൻ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം നടന്ന ഒരു കൊലപാതകത്തിന് ഇവിടെ എന്തിനാണ് റോഡുകൾ ഉപരോധിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ഓട്ടോ ഡ്രൈവറും സാധാരണ കൂലിപ്പണിക്കാരനും ഓഫീസിൽ പോകുന്നവരും എന്തിന് ഇതിന്റെ പേരിൽ വഴിയിൽ കുടുങ്ങണം? ശില്പ ചൗധരിയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. കാരണം അവർ നൽകുന്ന മറുപടിക്ക് പിന്നിൽ വലിയൊരു അധ്വാനത്തിന്റെ കഥ കൂടിയുണ്ട്. ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിൽ ജനിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയ ശില്പ 38-ാം വയസ്സിലാണ് US ആർമിയിൽ ചേരാൻ തീരുമാനിക്കുന്നത്. കഠിനമായ ശാരീരിക ക്ഷമതാ പരീക്ഷകളും മാനസികമായ വെല്ലുവിളികളും നേരിട്ട് അവർ വിജയിച്ചു. അവർ സേവനം ചെയ്യുന്നത് CBRN അഥവാ കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ ആൻഡ് ന്യൂക്ലിയർ സ്പെഷ്യലിസ്റ്റ് എന്ന വിഭാഗത്തിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളെ കൈകാര്യം ചെയ്യാനും പ്രതിരോധിക്കാനും ശേഷിയുള്ള ഒരു വിഭാഗം. മരണം എപ്പോഴും തൊട്ടടുത്ത് നിൽക്കുമ്പോഴും അവർ തന്റെ രാജ്യത്തോടുള്ള കൂറ് മുറുകെ പിടിക്കുന്നു. അവർക്ക് അമേരിക്കയോടുള്ളത് അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള കടപ്പാടാണെങ്കിൽ ഭാരതത്തോടുള്ളത് മാതൃരാജ്യത്തോടുള്ള ആത്മബന്ധമാണ്. ആ ബന്ധമാണ് അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി പ്രേരിപ്പിച്ചത്. ശില്പ തന്റെ സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെ ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതാപരമായി താഴെ പറയുന്നവയാണ്. വിദേശ രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങൾ ഇന്ത്യയുടെ തെരുവുകളിലേക്ക് വലിച്ചിഴക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമല്ലേ? കൂടാതെ പ്രതിഷേധം എന്ന പേരിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും അതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുന്നതും ജനാധിപത്യമാണോ അതോ അരാജകത്വമാണോ? കൂടാതെ ഭാരതത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ജീവിക്കുന്നവർ ഇവിടത്തെ നിയമങ്ങളെക്കാൾ ഉപരിയായി വിദേശത്തെ മത നേതാക്കളെ കാണുന്നത് അംഗീകരിക്കാൻ ആവില്ല. ഈ വീഡിയോ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇത് കേവലം ഒരു വിമർശനമല്ല, മറിച്ച് രാജ്യവിരുദ്ധർക്കെതിരെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ഇന്ന് ഖമേനിക്ക് വേണ്ടി ഇവിടെ കരയുന്നവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ പലപ്പോഴും നമ്മുടെ കശ്മീർ വിഷയത്തിലൊക്കെ ഭാരതത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഖമേനി തന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും കശ്മീരിലെ ജനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് നയതന്ത്രജ്ഞർ കാണുന്നത്. ഭാരതം എക്കാലത്തും എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ നേതാക്കൾ ഇടപെടുന്നത് നമ്മൾ അങ്ങനെ അനുവദിക്കാറില്ല. ഇവിടത്തെ കാര്യം ഇവിടെ മാത്രം തീരുമാനിക്കും. അങ്ങനെയുള്ളൊരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യയിലെ തെരുവുകൾ പ്രതിഷേധിക്കുന്നത് നയതന്ത്രപരമായി പോലും തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. ശില്പ ചൗധരി ചൂണ്ടിക്കാട്ടിയതും ഇത് തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ നേതാവ് ഒരിക്കലും നിങ്ങളുടെ രാജ്യത്തിന്റെ സുഹൃത്തായിരുന്നില്ല. കഴിഞ്ഞൊരു ദശകത്തിനിടെ ഭാരതം ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കഴിഞ്ഞു. ഭാരതത്തിന്റെ വിദേശ നയം ഇന്ന് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നതല്ല. റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷമായാലും ഏതെടുത്ത് നോക്കിയാലും ഇന്ത്യ സ്വീകരിക്കുന്നത് സമാധാനത്തിന്റെ നിലപാടാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയായി മാറുമ്പോൾ ഇവിടുത്തെ ചില കുബുദ്ധികൾ വിദേശ വിഷയങ്ങളുടെ പേരിൽ ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശമാക്കാൻ വേണ്ടിയാണ്. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുമ്പോൾ ഇത്തരം തെരുവ് പ്രതിഷേധങ്ങൾ വിനോദസഞ്ചാരത്തെയും വിദേശ നിക്ഷേപത്തെയും എല്ലാം ബാധിക്കും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശില്പ ചൗധരി പ്രതികരിച്ചത്. അവർ ഒരു സാധാരണക്കാരന്റെയും രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെയും ശബ്ദമായി മാറി. ശില്പയുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ അവർക്കെതിരെ രൂക്ഷമായി വലിയ തോതിലുള്ള സൈബർ ബുള്ളിയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ മുസ്ലിം വിരുദ്ധയാണെന്ന് വരുത്തി തീർക്കാനായി ചിലർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തന്റെ വീഡിയോയിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ മുസ്ലിം വിരുദ്ധയല്ല, രാജ്യവിരുദ്ധർക്കെതിരാണ് എന്ന്. അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടേ? ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യം വെക്കുകയല്ല അവർ ചെയ്തത്, മറിച്ച് മതത്തെ മറയാക്കി രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് അവർ തുറന്നു കാട്ടിയത്. ഭാരതത്തിലെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ വളരെ കുറച്ച് ആളുകൾ, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏത് മതത്തിലുണ്ടായാലും അങ്ങനെയുള്ള ആളുകൾ വിദേശ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ആ അജണ്ടകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു സൈനിക എന്ന നിലയിൽ ശില്പ ചൗധരി നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. തന്റെ ജോലി പോലും അപകടത്തിലാക്കിയേക്കാവുന്ന സാഹചര്യത്തിലും സത്യം തുറന്നു പറയാൻ അവർ കാണിച്ച ധൈര്യം അപാരമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഇൻഫ്ലുവൻസേഴ്സ് വെറും വ്യൂസിന് വേണ്ടി സംസാരിക്കുന്ന കാലമാണ്. എന്നാൽ ശില്പ തന്റെ ബോധ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ഓരോ ഭാരതീയ സ്ത്രീക്കും അഭിമാനിക്കാവുന്ന വ്യക്തിത്വമായി അവർ മാറി. നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം. വിദേശത്തു നിന്നും വരുന്ന ഫണ്ടിങ്ങും അജണ്ടകളും ഒക്കെ നമ്മുടെ തെരുവുകളിൽ പ്രതിഫലിക്കുമ്പോൾ അത് ഗൗരവമായി തന്നെ കാണണം. ആരാണ് നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് എന്ന് തിരിച്ചറിയുക, അതാണ് വേണ്ടത്. തെറ്റായ പ്രവണതകൾ കണ്ടാൽ നിയമപരമായ വഴികളിലൂടെ പ്രതികരിക്കുക. ജാതിക്കും മതത്തിനും അതീതമായി ഭാരതം എന്ന വികാരം മുറുകെ പിടിക്കുക. ശില്പ ചൗധരി ഉയർത്തിയ ചോദ്യം ഓരോ ഭാരതീയന്റെയും ചോദ്യമായി മാറണം. ഭാരതത്തിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് വിദേശത്തെ തീവ്രവാദികളെ വാഴ്ത്തുന്നവർക്ക് ഇവിടെ സ്ഥാനമുണ്ടാകരുത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ജനങ്ങളോട് സഹതപിച്ചേക്കാം, പക്ഷേ അവരുടെ ആഭ്യന്തര യുദ്ധങ്ങൾ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ അനുവദിക്കില്ല. ശില്പ ചൗധരി നൽകിയ ഈ സർജിക്കൽ സ്ട്രൈക്ക് വിഘടനവാദികൾക്ക് വലിയൊരു പാഠമാണ്. ഇത് പഴയ ഇന്ത്യയല്ല, പുതിയ ഇന്ത്യയാണ്, പ്രതികരിക്കുന്ന ഇന്ത്യയാണ്. ഓരോ പൗരനും തന്റെ രാജ്യത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ബോധവാനാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.